നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്. ഇത് വായ്പൂര് ഇലക്ട്രിസിറ്റി ബോർഡിലെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഡോൺ ബറി ന്യൂസ് ഇന്ന് ഈ വാർത്തയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. കാരണം ഈ പോസ്റ്റ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും രണ്ട് വശങ്ങളിലായിട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന ഈ പോസ്റ്റ് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം എന്നുള്ള സ്ഥിതിയായിരിക്കുകയാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് നേരെയാക്കുകയോ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വൻ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടവരും എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം. ഈ പോസ്റ്റ് ഒന്ന് നേരെ നിർത്തുവാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കണം. കാരണം ഇത് ഡോൺ ബറി ന്യൂസ് ചൂണ്ടി കാട്ടുന്നു. ഇനിയൊരു ദുരന്തം ഉണ്ടായാൽ അത് ഇതിലേ പോകുന്ന വാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഡോൺ ബറി ന്യൂസ് ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി ഉണ്ടാകണം. ഇത് കുറഞ്ഞ പക്ഷം ഇതൊന്ന് നേരെ നിർത്തുവാനുള്ള ഒരു സാമാന്യ മര്യാദ ഒന്ന് കാണിക്കണം എന്ന് മാത്രം പറയുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഡോൺ ബറി ന്യൂസ് ഈ വാർത്ത നിങ്ങളുടെ ജനശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ പോസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടാണെന്നറിയില്ല, ഒരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴും. കാരണം ഇത് മണ്ണിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. ഇതിൻ്റെ ചുറ്റിനും കാടാണ്. ആ കാട് കാരണം നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് മണ്ണിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. ഏത് നേരവും താഴെ വീഴാം. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്ന് ഡോൺ ബറി ന്യൂസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വായ്പൂരെ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡിലെ ബന്ധപ്പെട്ട ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഒന്ന് മനസ്സ് കാണിച്ചാൽ ഒരു വൻ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട് മറ്റൊരു വാർത്തയും മറ്റൊരു വിശേഷമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം മനീഷ് ആനിക്കാട്.